ഉർവശി എന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൈരളി വെച്ചാണ്. ഞാൻ ഈ കെൽസയുടെ ജീവിതം സാക്ഷി, കഥയിലെ ജീവിതം എന്ന 2 പ്രോഗ്രാം കൈരളിയിലും അമൃതയിലുമായിട്ട് ചെയ്യുമായിരുന്നു. ജഡ്ജിങ് പാനൽ. അപ്പോൾ ജഡ്ജിങ് പാനൽ എന്ന് പറഞ്ഞാൽ പിന്നെ മാറി മാറി വരും. അപ്പോൾ എന്നെ മോഹൻ സാറാണ്, പിഒ മോഹൻ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൈരളിയിൽ വെച്ചിട്ട് ജീവിതം സാക്ഷിയിൽ ഉർവശിയായിരുന്നു അവതാരകൻ. അപ്പോൾ അവർക്ക് എന്നെ ഇപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല, കാരണം ജഡ്ജിങ് പാനൽ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. പക്ഷേ ഞാൻ അവരെ ഒബ്സർവ് ചെയ്തപ്പം എനിക്കന്ന് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ട്രസ് എന്ന നിലയിലല്ല, ആസ് എ ഹ്യൂമൻ ഭയങ്കര ഒരു റോ ആണ്. ഇത് വളരെ റോ ആണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ റോ ആയിട്ട് അങ്ങനെ റോ ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിലെ കാര്യങ്ങൾ, വികാര വിചാരങ്ങളൊക്കെ അവർക്ക് തൊടാൻ പറ്റും. അവർ അതിൻ്റെ ഫ്ലോസും ഉണ്ടാവാം, പക്ഷെ ആ ഒരു റോ പച്ചയായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ, അത് അവരുടെ ആ ഒരു ആക്ടിങ്ങിനെ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ സിനിമ ഉള്ളിട്ട് അതിൽ അവരുടെ ആ ഒരു നിമിഷം പോലും നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അവരുടെ ഓരോ അഭിനയത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മോളാണെങ്കിൽ പാർവതിയുടെ ഭയങ്കര ഫാനാണ്. അവൾക്ക് പാർവതി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറയുകയായിരുന്നു, പാർവതിയെ നോക്കാൻ പറ്റുന്നില്ല, ഉർവശിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അമ്മാതിരി പക്ഷെ പാർവതി എന്ന മാറ്റി വെക്കേണ്ട ഒരു ക്യാരക്ടറുമല്ല. പാർവതി കിഡിലുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഉർവശി ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻസിലൂടെ ഇങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കാണിച്ചത് ഒരു എക്സ്പ്രഷൻസ്, ടച്ച് ഉണ്ടല്ലോ. നമുക്ക് ടച്ച് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്നറിയോ. ചില നേരം നമ്മൾ വെറുതെ ഒന്ന് തൊട്ടാൽ മതി, ആ ടച്ച് വരെ അവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാർവതിയുടെ എടുക്കുകയാണെങ്കിൽ ഇത്ര ഒരു നിലപാടുള്ളൊരു കഥാപാത്രം. ആ കഥാപാത്രത്തിൽ എത്ര പേർക്ക് കണക്ഷൻ കിട്ടുമെന്നറിയില്ല. ഒറ്റ വാക്കുകൊണ്ട്, ഒറ്റ സെൻറ്റൻസ് കൊണ്ട് നമ്മളെ മനുഷ്യരെ മാറ്റിക്കളയും. അതിൽ ലാസ്റ്റ് പാർവതി എടുക്കുന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഒറ്റ സെൻറ്റൻസ് കൊണ്ട് നമ്മൾ എടുത്ത ഡിസിഷനിൽ നമ്മൾ തിരിഞ്ഞ് നടക്കും. ആ എത്ര പേർക്ക് കണക്ഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാണ്ട് കണക്ഷൻ കിട്ടിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നമ്മൾ എത്ര മുന്നോട്ട് ചെന്നാലും ഒറ്റ വരി, ഒറ്റ സെൻറ്റൻസ് കൊണ്ട് നമ്മൾ പിറകോട്ടങ്ങ് ആക്കാൻ ഒരു വരി, ഒരൊറ്റ കമൻറ്റ് കൊണ്ട് നമ്മൾ മാറ്റിക്കളയും മനുഷ്യന്മാർ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് പൊതുവെ, അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്നൊക്കെ പറയാം, ഞാൻ നിൻ്റെ ലൈഫിൽ ചെയ്യുന്ന തെറ്റായിരിക്കും, പക്ഷെ നീ എന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥയായതുകൊണ്ട് നീ അനുസരിക്കണം. ഇതും എനിക്ക് മനസ്സിലാവും. അവിടെ പാരൻസ് അങ്ങനെ അവർ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അറിയാതെയോ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ എഴുതുന്നതും വായിക്കുന്നതും ഒന്നുമല്ലല്ലോ മനുഷ്യൻ്റെ മനസ്സ്, അതിനൊക്കെ അപ്പുറത്താണ് പച്ചയായ മനുഷ്യൻ്റെ മനസ്സ്. ശരിക്കും ഇതൊന്നും റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇത്രയെങ്കിലും പറയണം തോന്നി. കാരണം എന്തുമാത്രം സൈക്കോളജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണെന്നറിയോ അതിനകത്തിലെ ഓരോ വ്യക്തികളും ശരിക്കും കിടിലമായിട്ടുള്ളൊരു പെർഫോമൻസ്. പിന്നെ സംവിധായകൻ, ഇനി ഒരുപാട് നല്ല നല്ല ഫിലിംസുമായിട്ട് വരട്ടെ.